ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ബാനർഘട്ട നാഷണൽ പാർക്കിൽ പോയതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം തന്നെ വൈൽഡ് ലൈഫ് സഫാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും ഇല്ലായിരുന്നു ഓൺലൈൻ വഴി. ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇനി അടുത്ത ടൈം വന്നിട്ട് ഉച്ചയ്ക്ക് 2:30-ക്കാണ്. നോർമൽ ബസ്സാണെങ്കിൽ നോർമൽ ബസ് വന്നിട്ട് 400 എത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2:30 വരെ മോളയും വെച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല പാടാണ്. അങ്ങനെ ഞങ്ങൾ കരുതി AC ബസ് ബുക്ക് ചെയ്യാൻ. ഒരാൾക്ക് ടിക്കറ്റ് വന്നിട്ട് 740 നിയക്കുട്ടിനെ ടിക്കറ്റ് എടുക്കേണ്ട, 5 വയസ്സ് വരെ ടിക്കറ്റ് എടുക്കേണ്ട. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ 1480 രൂപയാണ് ആയത്. അപ്പോൾ ഇവിടെ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള വണ്ടികളെന്ന് വെച്ചാൽ AC ബസ്സുണ്ട്, നോൺ AC ബസ്സുണ്ട്, പിന്നെ ജീപ്പുണ്ട്, കാറും ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാമേ. അങ്ങനെ ആ ബസ്സിൽ ആൾ നിറഞ്ഞപ്പോഴത്തേക്കും ബസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. ഏകദേശം ഒരു 10-15 പേര് ഒരു ബസ്സിലുണ്ടായിരുന്നേ. നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. കുറേ ഇങ്ങനെ പുഴകളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു കാട് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടത് എന്തായിരുന്നു ഇത്, മാനായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം ഈ ചെറിയ ചെറിയ ആനിമൽസിനെയാണ് ഇങ്ങനെ കണ്ടു പോകുന്നത്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പേര് ഓർമ്മയില്ല. അവർ ഓരോരുത്തർ നിർത്തി നമ്മളിങ്ങനെ കാണിച്ച് തന്നിട്ട് പറഞ്ഞായിരുന്നു ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന്. പുള്ളിമാനുണ്ടായിരുന്നു, കുറേ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ ബൈസൺ ഉണ്ടായിരുന്നു, കാട്ടുപോത്ത്. പിന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ആനിമൽസ് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും കേട്ടോ. അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരും, പേരെന്താ എന്തൊക്കെയാണെന്നുള്ള സംഭവം പറഞ്ഞു തരും. ന്യൂട്ടൻ ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആൾ ഇത്ര അടുത്ത് വെച്ച് കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇവിടുത്തെ മ്യൂസിയത്തൊന്നും ഇത്രയ്ക്കുള്ള ആനിമൽസ് ഒന്നുമില്ല. അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുമില്ല. ഇവിടെ എല്ലാം നല്ല രീതിക്കാണ് കേട്ടോ അവർ നടത്തിച്ച് കൊണ്ടുപോകുന്നതെല്ലാം. അങ്ങനെ പോണ വഴിക്ക് കുഞ്ഞു ആനിമൽസ് തൊട്ട് വലിയ വലിയ ആനകളുടെ അടുത്ത് വരെ എത്തിയായിരുന്നു. ഈ ആനയുടെ ഗ്രൂപ്പ് നല്ല രസമായിരുന്നു. അതിൽ ഒരെണ്ണമാണെങ്കിൽ ഈ പുല്ലിങ്ങനെ പറിച്ച് തലയിലോട്ട് ഇങ്ങനെ വാരി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. അവിടെ കുറേ നേരം നിർത്തി അങ്ങനെ അതെല്ലാം കണ്ടു. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ സഫാരി പാർക്കിൽ വരുമ്പോഴത്തേക്കും തോന്നുന്നതെന്ന് വെച്ചാൽ ആനിമൽസ് ഫ്രീ ആയിട്ട് കാട്ടിലൂടെ നടക്കുകയാണ്. നമ്മളെയാണ് ഇങ്ങനെ കൂട്ടിലിട്ടിട്ട്, അതായത് ആ ബസ്സിൽ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് പോയിട്ട് നമ്മളാണ് ആ കൂട്ടിൽ ഇങ്ങനെ പോകുന്ന പോലെ തോന്നും. ആനിമൽസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഓരോ സെറ്റ് ആനിമൽസ് കഴിഞ്ഞ് അടുത്തടുത്തോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഗേറ്റ് ഉണ്ട് കേട്ടോ. ഗേറ്റിൻ്റെ അവിടേക്ക് സെക്യൂരിറ്റി നിൽക്കും. വണ്ടി വരുമ്പോഴത്തേക്ക് ഓപ്പൺ ആക്കും. കണ്ടില്ല, കരടിയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ബസ്സിൻ്റെ അടുത്തൂടെയൊക്കെ അതിങ്ങനെ പാസ് ചെയ്ത് പോയി അവരവരുടെ കാര്യം നോക്കി കളിക്കുന്നു, ഓടുന്നു, നടക്കുന്നു, അതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഓരോ ആനിമൽസിനെയും കണ്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തായാലും AC ബസ് ബുക്ക് ചെയ്ത് തന്നെ നന്നായി. ഒന്നാമത്തെ കാര്യം വെയിൽ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും. AC ബസ് ആയത് കാരണം ഫുൾ വിൻഡോ എല്ലാം ഫുൾ ഗ്ലാസ്സിലാണ്. പക്ഷേ നോൺ AC ബസ്സാണെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ചുറ്റിനും ഇങ്ങനെ കമ്പി വേലി പോലെ ഇങ്ങനെ ഫുൾ വെച്ചേക്കുന്നു. അപ്പം വീഡിയോ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടൂല. അങ്ങനെ നമ്മളിതാ കുറേ ആനിമൽസിലെ കണ്ട് പിന്നെ നമ്മൾ കാട്ടിലെ രാജാവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് വെച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളിതാ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇത്ര ആനിമൽസ് മാത്രമല്ല, വേറെ ഒരുപാട് എണ്ണത്തിന് നമ്മൾ കണ്ട് അതിൻ്റെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ വരണവർ എന്തായാലും ഈ സഫാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര